നമസ്കാരം. ഡ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ അർജന്റീന നടത്തിയത് അവിശ്വസനീയമായ തിരിച്ചുവരവാണല്ലോ ഈജിപ്തിനെതിരെ. 3-2 ഗംഭീര തിരിച്ചുവരവ്. റമൻടോഡ അതിൻ്റെ ഏറ്റവും പീക്കിൽ നമ്മൾ ഈ കളി അനുഭവിച്ചറിഞ്ഞു. ഇനി ഈ കളിയിലെ താരങ്ങളുടെ പ്രകടനത്തിൻ്റെ കണക്കെടുപ്പാണ്. ലിയോ മെസ്സി തന്നെയാണ് ഇതിൽ പ്ലെയർ ഓഫ് ദി മാച്ച് വാങ്ങിയത്. നമ്മൾ നോക്കുകയാണ് ഈ കളിയിലെ താരങ്ങളുടെ പ്രകടനം. ഗോളടിച്ചത് എൻസോ ഫെർണാണ്ടസും ലിയോ മെസ്സിയും ക്രിസ്ത്യൻ റൊമേറോയുമാണ്. മറുഭാഗത്ത് മുസ്തഫ സീക്കോയും യാസർ ഇബ്രാഹിമും ഈജിപ്തിൻ്റെ ഗോളുകൾ കണ്ടെത്തി. മാന്ത്രിക തിരിച്ചുവരവിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ മറ്റു വീഡിയോകളിൽ പറഞ്ഞതുകൊണ്ട് താരങ്ങളുടെ പ്രകടനത്തിൻ്റെ കണക്കെടുപ്പ് റേറ്റിംഗ് മാത്രമാണ് നമ്മളിവിടെ നോക്കുന്നത്. ആദ്യം ഈജിപ്തിൻ്റെ ഭാഗത്തേക്ക് പോയാൽ അവരുടെ മൊത്തം പ്രകടനത്തിൻ്റെ റേറ്റിംഗ് 6.67 അവരുടെ ഗോൾ കീപ്പർ മുസ്തഫ ഷൊബൈർ വളരെ മികച്ച രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. പെനാൽറ്റി സേവ് അടക്കം നടത്തി. 7.3 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. അതുപോലെ എടുത്ത് പറയേണ്ടയാൾ അവരുടെ ഹസനാണ്. ഹുസൈം ഹസൻ കിടിലൊരു അസിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 6.7. സീക്കോ ഗോൾ അടിച്ചു. റേറ്റിംഗ് 7.6. മോസലയുടെ റേറ്റിംഗ് 6.7. പിന്നെ യാസർ ഇബ്രാഹിമാണ് ഒരു ഗോൾ അടിച്ചത്. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 7.3. ഇനി അർജൻറ്റീനയുടെ മൊത്തം പ്രകടനത്തിൻ്റെ റേറ്റിംഗ് 7.5. ഗോൾ കീപ്പർ എമിയുടെ റേറ്റിംഗ് 6. നാഹുൽ മോളിന 6.5. ക്യൂട്ടി റൊമേറോ മികച്ച പ്രകടനം ഡിഫൻസിൽ അദ്ദേഹം നടത്തി. കൂടാതെ അദ്ദേഹത്തിൻ്റെ വക ഗോൾ ഉണ്ടായിരുന്നു. 7.7. ലിസാൻഡ്രോ മാർട്ടീനസ് മികച്ച രൂപത്തിൽ അധികം കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. റേറ്റിംഗ് 7. നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ റേറ്റിംഗ് 6.5. ലിയാൻഡ്രോ പെരേഡസ് അദ്ദേഹത്തെ ഇറക്കിയത് തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. നല്ല രൂപത്തിൽ ബോൾ റിക്കവറീസ്, ടാക്കിളുകൾ, പാസുകൾ എല്ലാം അദ്ദേഹം നടത്തി. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 8.3. സ്കലോനി ഉദ്ദേശിച്ചതെന്തോ അതവിടെ നടന്നിട്ടുണ്ട്. എൻസോ ഫെർണാണ്ടസിൻ്റെ റേറ്റിംഗ് 8. അദ്ദേഹമാണ് വിജയ ഗോൾ കണ്ടെത്തിയത്. അലക്സിസ് മാക്കലിസ്റ്റർ 6.5. റോഡ്രിഗോ ഡിപോൾ 6.7. ലിയോ മെസ്സി മാന്ത്രികൻ്റെ പ്രകടനം എന്തു പറഞ്ഞ് വിലയിരുത്തണമെന്നറിയില്ല. കിടിലൻ പ്രകടനം അദ്ദേഹം നടത്തി. ഒരു ഗോള്, ഒരു അസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ വക. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു വുഡ് വർക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. ഒരു പെനാൽറ്റി മിസ് ചെയ്തു, ശരിയാണ്. അതില്ലെങ്കിൽ 10-ൽ 10 തന്നെ കൊടുക്കാമായിരുന്നു. 9.3 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. ഹുലിൻ അൽവാരസിൻ്റെ റേറ്റിംഗ് 6.9. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്ന താരങ്ങളുടെ റേറ്റിംഗിലേക്ക് പോയാൽ അർജൻറ്റീനയുടെ നിക്കോളാസ് ഗോൺസാലസ് ടാഗ്ലിയാഫിക്കോക്ക് പകരം 66-ാമത്തെ മിനിറ്റിലാണ് വന്നത്. റേറ്റിംഗ് 6.7. റോഡ്രിഗോ ഡിപോളിന് പകരം ലൗത്രോ വന്നു 66-ാമത്തെ മിനിറ്റിൽ. റേറ്റിംഗ് 7.1. ഗോൺസാലോ മുണ്ടിയിൽ വന്നത് 73-ാമത്തെ മിനിറ്റിൽ. മോളിനേക്ക് പകരം റേറ്റിംഗ് 6.9. പിന്നെ നിക്കോളാസ് ഓട്ടമെൻറ്റിയും ഫെക്കുണ്ടോ മെദിനയും വന്നെങ്കിലും 90 മിനിറ്റ് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവർക്ക് റേറ്റിംഗ് കൊടുക്കുന്നില്ല. ഗംഭീരമായ വിജയമാണ് അർജൻറ്റീന നേടിയിരിക്കുന്നത്. കിടിലൻ പ്രകടനം, കിടിലൻ തിരിച്ചുവരവ്, അതാണ് അതിൽ ഇമ്പോർട്ടൻറ്റ്. ആദ്യ പകുതിയിലൊക്കെ ഒന്ന് മങ്ങിപ്പോയതാ. പക്ഷേ അവരുടെ ആ റെസിലിയൻസ്, പോരാട്ട വീര്യം ഒക്കെ നമ്മൾ എടുത്തു പറയണം. കിടിലൻ തിരിച്ചുവരവ്, കൈയടിക്കണം ഈ ടീമിൻ്റെ പോരാട്ട വീര്യത്തിന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.